എങ്ങനെയാണ് ഈ മുംബൈ ഇന്ത്യൻസിൻ്റെ ആ ഒരു താരലേലത്തിലേക്ക് എത്തുന്നത്? വിഘ്നേഷിൻ്റെ ക്രിക്കറ്റ് ജീവിതം എങ്ങനെയായിരുന്നു? എത്തുന്നത് വെച്ചാൽ ആലപ്പുഴ KC കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുവഴിയാണ് ഇപ്പോൾ IPL എത്താൻ പറ്റിയത്. അപ്പോൾ സ്കൗട്ട്സ് മാച്ച് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇഷ്ടപ്പെട്ട അങ്ങനെ ട്രയൽസിന് വിളിച്ചു. ട്രയൽസ് വന്നാൽ ചെയ്യാൻ പറ്റി. അപ്പം അങ്ങനെയാണ്. എത്രാം ക്ലാസ് മുതലാണ് ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയത്? ആരാണ് ഇങ്ങനെ ക്രിക്കറ്റിലേക്ക് കൊണ്ടുവന്നത്? 6ാം ക്ലാസ് തുടങ്ങിയാണ്. വീടിൻ്റെ അടുത്തുള്ള ഷരീഫാണ് ചേട്ടൻ്റെ. അപ്പോൾ ആൾക്കാരാണ് ക്രിക്കറ്റിലേക്ക് വരുന്നത്. അപ്പോൾ വീടിനെ സപ്പോർട്ട് ചെയ്യുന്ന അച്ഛനമ്മയൊക്കെ. മുംബൈ ഇന്ത്യൻസിൻ്റെ മിന്നും താരം മലയാളിയായിട്ടുള്ള മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി വിഘ്നേഷ് പുത്തൂരിൻ്റെ ക്രിക്കറ്റ് ജീവിതത്തിൽ നിർണായകമായിട്ടുള്ള പങ്കുവച്ച വ്യക്തികളിൽ ഒരാളായിട്ടുള്ള ഷെരീഫ് ഉസ്താദ് എനിക്കൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ കുഴിപ്പുറം മസ്ജിദിൽ ഹത്തീബായിട്ട് പ്രവർത്തിച്ചു വരികയാണ് കാലങ്ങളായിട്ട്. എങ്ങനെയാണ് വിഘ്നേഷ് പുത്തൂരുമായിട്ടുള്ള ബന്ധം? വിഘ്നേഷ് ഒരിക്കൽ ഞങ്ങളോട് സംസാരിച്ച സമയത്ത് പറഞ്ഞിരുന്നു ക്രിക്കറ്റിലേക്ക് കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്കുവച്ച വ്യക്തി കൂടിയാണ് അങ്ങ് എന്നുള്ളത്. അതൊന്ന് പറയാമോ? അല്ല, ഒന്നുമില്ല. ഞാൻ നാട്ടിൽ ഞങ്ങൾ അയൽവാസി ബന്ധമാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഞങ്ങൾ ഒരുമിച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു ക്യാമ്പിൽ ആ സമയത്ത് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ക്രിക്കറ്റ് ക്യാമ്പിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ക്രിക്കറ്റ് ക്യാമ്പിൽ നിന്ന് പഠിച്ചെടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഇവനിൽ ഓൾറെഡി നാച്ചുറലി ഉണ്ടായിരുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ പിന്നെ നീർത്തി ബോൾ ചെയ്യാനാണെങ്കിൽ, കൈ നീർത്തി ബോൾ ചെയ്യാനാണെങ്കിലും, അതുപോലെ തന്നെ ഒരു ബോൾ പിന്നെ ഫുൾ ലെങ്ത്തിൽ വന്നാൽ ഫ്രണ്ട് ഫുട്ടിൽ വരണമെന്നും, ഒരു ബോൾ ഷോർട്ട് ബോൾ വന്നാൽ ബാക്ക് ഫുട്ടിൽ വരണമെന്നും, അതൊക്കെ അവനക്ക് ഓൾറെഡി അവൻ്റെ നാച്ചുറൽ ഗെയിമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ആൾ ബോഡി വെയ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. ചെറിയൊരു കുട്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സ്റ്റിച്ച് ബോളിലേക്ക് കൊണ്ടുവരാൻ ഒരു ഭയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം സാറിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, വിജയൻ സാറിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, പിന്നെ ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, നല്ല ടാലൻറ്റഡ് ആണ്, 10 വയസ്സേ ഉള്ളൂ, അപ്പോൾ അങ്ങനെ കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ കൊണ്ടുവരാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നേരെ അവൻ്റെ അച്ഛനെയും അമ്മേൻ്റെ അടുത്തൊക്കെ പോയിട്ട് സംസാരിച്ചു. പിന്നെ അവന് മറ്റു കുട്ടികളെ പോലെയല്ല, ക്രിക്കറ്റ് നാച്ചുറലി അവനിലുണ്ട്, അപ്പോൾ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്താൽ നല്ല പിന്നെ ഒരു പ്ലെയർ ആകും എന്ന് അവരുടെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ അവൻ്റെ അച്ഛനും അമ്മയ്ക്ക് സമ്മതിച്ചു. എൻ്റെ റിസ്കിൽ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞ് അങ്ങനെ 2-3 വർഷം ആ ക്യാമ്പിൽ ഞങ്ങൾ ഒരുമിച്ച് എൻ്റെ വണ്ടിയിലും, അല്ലെങ്കിൽ എൻ്റെ വണ്ടിയില്ലാത്ത ദിവസം പിന്നെ അവൻ്റെ അച്ഛൻ്റെ വണ്ടിയിലൊക്കെ ആയിട്ട് ഒരുമിച്ച് 2-3 വർഷം ഞങ്ങൾ എന്ത് ചെയ്തു, ആ ക്യാമ്പിന് തുടർച്ചയായിട്ട് പോയി. പിന്നെ ഓന് അണ്ടർ 14 ടീമിലും ഞാൻ അണ്ടർ 19 ടീമിലും അങ്ങനെ കളിച്ച്. ഓന് 14 ലെവലിൽ പോയി മാത്രമല്ല, അതിൻ്റെ മേലോട്ട് പോയി. കേരളം ഡിസ്ട്രിക്ട് മാത്രമല്ല, സ്റ്റേറ്റ് ലെവൽ വരെ പോയി ജൂനിയർ ടീമിൽ. ഞാൻ അണ്ടർ 19 ഡിസ്ട്രിക്ട് മാത്രമേ കളിച്ചുള്ളൂ. പിന്നെ അതിൽ കൂടുതൽ പെർഫോമൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ക്രിക്കറ്റ് ഡ്രോപ്പ് ചെയ്തു. ഓന് അത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തു. ചൈനാമാൻ ബോളിംഗ്, വിഘ്നേഷിൻ്റെ ബോളിങ്ങിന് അങ്ങനെ അറിയപ്പെടുന്നുണ്ട്. അത് അന്ന് തന്നെ തിരിച്ചറിഞ്ഞിരുന്നു? അല്ല, ചൈനാമാൻ ബോളിംഗ് ഓൻ ആദ്യം ചെയ്തിരുന്നല്ല. ഓൻ ഓടി വന്നിട്ട് മീഡിയം പേസ് എറിയ ചെയ്തിരുന്നത്. അപ്പോൾ ഓന് മീഡിയം പേസ് എറിയാനുള്ളൊരു ബോഡി വെയിറ്റ് ഇല്ല, ഒരു നല്ല ഇത് വേണം മീഡിയം പേസൊക്കെ എറിയാൻ. അപ്പോൾ ഞാൻ ഓനോട് പറഞ്ഞു, ഞാൻ ലെഗ് സ്പിന്നറാണ് ആവാൻ ഉദ്ദേശിച്ചത്, പക്ഷേ എനിക്ക് ലെഗ് സ്പിന്ന് എൻ്റെ കൈ വഴങ്ങിയിരുന്നില്ല. അപ്പോൾ ഞാൻ ഓഫ് സ്പിന്നർ ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ ഓനോട് പറഞ്ഞു, ഇടത് കൈ കൊണ്ട് ലെഗ് സ്പിന്നർ ചെയ്യുന്ന ആരും ഇല്ല. അന്നുണ്ടായിരുന്നത് കുൽദീപ് യാദവൊക്കെ എപ്പോഴാണ് വന്നത്, അന്നുണ്ടായിരുന്നത് ഹോഗ് എന്ന് പറഞ്ഞിട്ട് ഓസ്ട്രേലിയയിലെ ഒരു ബോളർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത് നീ എറിഞ്ഞാൽ ഒരു വെറൈറ്റി ആവും, മറ്റാരും ചെയ്യാത്തൊരു സംഗതിയാണ്. അവന് 10-13 വർഷം മുമ്പാണ്. അപ്പോൾ ഓനത് എറിഞ്ഞു. ഞാൻ പറഞ്ഞു കൊടുത്തതിനേക്കാളും മനോഹരമായിട്ട് ഓനത് പിന്നെ ബോൾ ചെയ്തു. പിന്നെ ഓനെ സാറിൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ സാറത് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യും, ഓൻ അതിൻ്റെ പിന്നാലെ നടക്കുകയും ഒക്കെ ചെയ്തു. ഓൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഓന് എന്ത് ചെയ്തത്, ആ ഒരു പിന്നെ പൊസിഷനിലേക്ക് എത്തിയത്. അല്ലാതെ ഞാനവൻ്റെ പിന്നാലെ പിന്നെ ഇങ്ങനെ നടന്നിട്ടൊന്നുമില്ല. ഞാൻ ആ തുടക്കത്തിൽ ഇത് പറഞ്ഞു കൊടുത്തു, ഇതിങ്ങനെ ചെയ്താൽ ഒന്നും കൂടെ ബെറ്റർ ആവും, മീഡിയം പേസ് ഒഴിവാക്കിയിട്ട് ലെഗ് സ്പിൻ എറിഞ്ഞാൽ, ഇടത് കൈ കൊണ്ട് ലെഗ് സ്പിൻ എറിഞ്ഞാൽ ഒന്നുകൂടെ ഉഷാറാകും എന്ന് പറഞ്ഞു. ക്രിക്കറ്റിൽ തന്നെ ബോളിങ്ങിൽ പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവ് വിഘ്നേഷിനുണ്ടെന്ന് അങ്ങ് ആദ്യം തിരിച്ചറിഞ്ഞു. അതുവഴിയാണ് പരിശീലകൻ്റെ അടുത്ത് എത്തിക്കുന്നത് അല്ലേ? അത് അന്നൊരു അത്ര ഒരു നിർദ്ദേശം കൊടുത്തുകൊണ്ടുകൂടിയാണ് വിഘ്നേഷ് ഈ പറയപ്പെടുന്ന വിജയൻ മാസ്റ്റർ അടുത്ത് എത്തുന്നത്. അതെ, അതൊരു നിമിത്തമായി അള്ളാഹുവിൻ്റെ ഒരു ഖദർ അവിടെ എന്നുള്ളൂ. ഞാനൊരു സബബായി, കാരണമായി എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഞാനോനെ കോച്ച് ചെയ്തു അല്ലെങ്കിൽ ആ രൂപത്തിലേക്ക് കൊണ്ടുവന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ക്യാമ്പിന് പോയ സമയത്ത് പറഞ്ഞിരുന്നു, ഹാർദിക് പാണ്ഡ്യ സംസാരിച്ചതൊക്കെ അന്ന് തന്നെ വിഘ്നേഷ് ഞങ്ങളോട് പറഞ്ഞിരുന്നു. ഇപ്പോൾ ആദ്യത്തെ മാച്ചിൽ തന്നെ 3 വിക്കറ്റാണ് വിഘ്നേഷിന് കിട്ടിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ആ ബോളിംഗ് ശൈലിയിലൂടെ വിഘ്നേഷ് അത് തെളിയിച്ചു എന്നുള്ളതാണ്. അതിൽ കണ്ടിരുന്നോ, സന്തോഷം തോന്നിയോ? ഇല്ല, കാണാനിപ്പോൾ ഞങ്ങൾ മസ്ജിദിലായതുകൊണ്ട് കളി കാണാനും ഇതിനൊന്നും പറ്റില്ല. നമ്മൾ മസ്ജിദിൻ്റെ ഒരു അദബ് പാലിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നോമ്പായതുകൊണ്ട്. അപ്പോൾ ഇനി പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് കാണാമെന്ന് കരുതിയിട്ടാണ് ഉള്ളത്. ചെറിയ ക്ലിപ്പുകളും മറ്റൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതല്ലാതെ കളിയിരുന്ന് കാണാനോ ഇതിനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു 10 ദിവസം മാത്രം ഞങ്ങളിങ്ങനെ മാറി നിൽക്കുകയാണ്. ഈ വിജയൻ
മാസ്റ്ററുടെ അടുത്തെത്തിയ ശേഷമായിരുന്നല്ലോ ദീർഘമായ പരിശീലനം ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് അത് തിരിച്ചറിഞ്ഞുള്ള ഒരു പരിശീലനം ലഭിച്ചതും വലിയ മുതൽക്കൂട്ടായി തോന്നുന്നില്ല വിഘ്നേഷിനെ സംബന്ധിച്ച്. തീർച്ചയായും സാറ് നന്നായിട്ട് മെനക്കെട്ടിട്ടുണ്ട്. അത് ഓരോ വിദ്യാർത്ഥികളുടെയും സാർ അങ്ങനെ ചെയ്യാറുണ്ട്. ഒരു ടാലൻറ്റ് എക്സ്ട്രാ കാണുകയാണെങ്കിൽ അവർക്ക് കുറച്ച് കൂടുതൽ സമയം കൊടുത്തിട്ടൊക്കെ ചെയ്യുന്ന ഒരു സാറാണ് വിജയൻ സാറ്. അത് അദ്ദേഹത്തെ പേഴ്സണലി അറിയുന്ന ആർക്കും അറിയാം. ഇപ്പോൾ 60 വയസ്സായിട്ടായിരുന്നു എൻ്റെ ഇത് ശരിയാണെങ്കിൽ, കണക്കൂട്ടിൽ ശരിയാണെങ്കിൽ. ഇപ്പോഴും സാറ് പിന്നെ ഗ്രൗണ്ടിൽ വന്ന് കുട്ടികളുടെ കൂടെ പ്രാക്ടീസ് ചെയ്യലും അതിന് വേണ്ടി പിന്നാലെ നടക്കലും ഒക്കെ നല്ല ഫിറ്റ്നസ് കീപ്പ് ചെയ്യലും ഒക്കെ ചെയ്യുന്ന ഒരു സാറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ടാലൻറ്റ് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ ചെയ്യുന്നൊരു സാറാണ് വിജയൻ സാറ്. വിഘ്നേഷിൻ്റെ ഇപ്പോൾ ഉള്ള അനുഭവങ്ങളൊക്കെ അങ്ങ് പറഞ്ഞ്, ഇപ്പോൾ സാധാരണഗതിയിൽ വിഘ്നേഷിൻ്റെ ഒരു ഈ കഴിവ് തെളിയിക്കുന്നത് അല്ലെങ്കിൽ കഥ തെളിയിക്കുന്നത് നാട്ടിൻ പുറത്തൊക്കെ കളിക്കുന്ന സാധാരണ കുട്ടികൾക്കൊക്കെ പ്രത്യേക കഴിവുകളുണ്ട്. പക്ഷെ ഒന്നും തിരിച്ചറിയപ്പെടാതെ പോകുന്നതുകൊണ്ടാണ് ഇത്തരം ഇടങ്ങളിലൊന്നും എത്തിപ്പെടാത്തതെന്ന് കൂടിയൊന്നും അടയാളപ്പെടുത്തുന്നുണ്ടല്ലോ. അതെ, എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ മേഖലയിൽ ഓരോ കഴിവുകൾ ഉണ്ടാകും. അത് അവർ സ്വയം കണ്ടെത്തി അതിലേക്ക് തിരിയുക എന്നുള്ളതാണ്. വിഘ്നേഷിൽ ഇങ്ങനൊരു ക്രിക്കറ്റർ അതിപ്പോൾ ഞാനാണെന്നില്ല, അത് ഏതൊരാളും അവനെ കണ്ടിരുന്നെങ്കിൽ ഒരു ക്രിക്കറ്റർ ആവും എന്നുള്ളത് മനസ്സിലാവും. കാരണം അവൻ്റെ നാച്ചുറലി, ഇപ്പോൾ ഞാൻ എങ്ങനെ പറയാമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നാച്ചുറലി ഒരു ബോൾ ഫുൾ ലെങ്ത്തിൽ നമ്മളൊരു ബോൾ എറിഞ്ഞു കൊടുത്താൽ അവന് ഫ്രണ്ട് ഫുട്ടിൽ വന്നിട്ട് അത് തട്ടും. ഒരു ഷോർട്ട് ബോൾ എറിഞ്ഞാലും ബാക്ക് ഫുട്ടിൽ ഇറങ്ങി തട്ടും. അത് ക്രിക്കറ്റ് പഠിച്ച് തുടങ്ങുന്ന ഏതൊരാൾക്കും കണ്ടാൽ അവനിലൊരു ക്രിക്കറ്റർ ഉണ്ടെന്ന് മനസ്സിലാവും. അതിന് പ്രത്യേക ഒരു കഴിവോ അല്ലെങ്കിൽ കണ്ടെത്തി അതൊന്നും പറയാൻ വകുപ്പില്ല അതിൽ. അത് ക്രിക്കറ്റ് കളിക്കുന്ന ഏതൊരാളും അവനെ കണ്ടാൽ അവനക്കൊരു ഭാവി ഉണ്ട് എന്നുള്ളത് ഏതൊരാൾക്കും മനസ്സിലാവും. ആദ്യ കളി തന്നെ ഇത്രയധികം നേട്ടം ലഭിച്ച സ്ഥിതിക്ക് വിഘ്നേഷ് ഏത് തരത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നത്? തീർച്ചയായും അവന് ഇതിലേറെ ഉയരത്തിലേക്ക് എത്തട്ടെ, പിന്നെ ഇന്ത്യൻ ടീമിലേക്കും പിന്നെ ഒക്കെ എത്തട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അവനെത്തും ചെയ്യട്ടെ. കുഴിപ്പുറം മസ്ജിദിലാണ് ഇപ്പോൾ കാലങ്ങളായിട്ട് പ്രവർത്തിക്കുന്നത് അല്ലേ? ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കാറുണ്ടോ? ഞാൻ ഈ സീസണിലും എ ഡിവിഷനിൽ 45 ഓവേഴ്സ് പിന്നെ സ്റ്റിച്ച് ബോളിൽ കളി കഴിഞ്ഞിട്ടുള്ളൂ. 4 മാച്ച് ഇപ്പോൾ കഴിഞ്ഞു റമദാൻ്റെ മുമ്പായിട്ട്. റമദാൻ കഴിഞ്ഞാൽ വീണ്ടും അങ്ങനെ കളിയുണ്ട്. കളിയൊന്നും ഞാൻ ഒഴിവാക്കിയിട്ടില്ല. കളി അതിൻ്റെ സൈഡിലൂടെ പോകുന്നുണ്ട്. ശനി ഞായർ ഞാൻ അവിടെ ലീവാണ്. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ പോയി കളിക്കലുണ്ട്, പ്രാക്ടീസ് ചെയ്യലുണ്ട്. നാട്ടിൽ KCC കുന്നപ്പള്ളി എന്ന് പറയുന്നൊരു ക്ലബ്ബുണ്ട്. അപ്പോൾ ആ ക്ലബ്ബിൽ പെരിന്തൽമണ്ണ അല്ല കുന്നപ്പള്ളി KCC കുന്നപ്പള്ളി ഞങ്ങൾ നാട്ടിൽ തന്നെയുള്ള ഒരു ക്ലബ്ബാണ്. ഞാൻ ആ ക്ലബ്ബിലാണ് കളിച്ചതും പിന്നെ ഇതാക്കിയതൊക്കെ വളർന്നൊക്കെ. ഞാൻ സ്പിന്നറാണ്, സ്പിന്നർ മാത്രമാണ്, ബൗളറാണ്. വേറിട്ട ബോളിംഗ് ശൈലിയിൽ ഇനിയും ഒരുപാട് സാധ്യതകളുണ്ട് എന്നാണ് ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ അതെ വിഘ്നേഷിന് കിട്ടിയിട്ടുള്ള ഒപ്പീനിയൻസ്. അതെ തീർച്ചയായും. ഇന്നലെ വരെ സാർ പറഞ്ഞ പോലെ കുൽദീപ് യാദവ് മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ അങ്ങനെ എറിയുന്ന ഒരു ഇതായിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ വിഘ്നേഷും കൂടെ അതിൻ്റെ കൂട്ടത്തിലേക്ക് ആയി എന്നാണ്. അത് ആ ഒരു മേഖലയിൽ ഒന്നും കൂടെ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് ഒന്നുകൂടെ നല്ല ഹാർഡ് വർക്കൊക്കെ ചെയ്തിട്ട് ഉയരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതൊരു നിമിത്തമായി എന്നാണ് തോന്നുന്നത്. അതെ, അതിപ്പോൾ ഞാനല്ലെങ്കിൽ മറ്റൊരാളാകും സ്വാഭാവികമായിട്ടും. അവനൊരു ഗെയിം ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കും മനസ്സിലാക്കിയെടുക്കാവുന്ന ഒരു സംഗതികളാണ്. അല്ലാതെ ഞാനൊരു ഓൻ പറയുന്നത് ഓൻ്റെ വിനയം കൊണ്ട് പറഞ്ഞതായിരിക്കും. ഓൻ പറയുന്നത് പോലെ ഞാനൊരു പ്രാക്ടീസ് കൊടുത്തു അല്ലെങ്കിൽ ആ ഒരു രൂപത്തിൽ അങ്ങനെയൊന്നും ഞാൻ കൊണ്ടുവന്നിട്ടില്ല. നേരെ മറിച്ചിട്ട് അവനിലൊരു ടാലൻറ്റ് കണ്ടപ്പോൾ അത് ഞാനൊരു കൃത്യമായൊരു സാറെടുത്ത് ഏൽപ്പിച്ചു. അങ്ങനെ പാടത്തും മറ്റേ ഇവിടുന്ന് ടെന്നീസ് ബോൾ കളിച്ച് പോകേണ്ട ആളെല്ലാം തോന്നി. അതുകൊണ്ട് ഞാനങ്ങനെ സാറെടുത്ത് ഏൽപ്പിച്ചാണ്. വിഘ്നേഷിൻ്റെ അച്ഛനും അമ്മയും ഉൾപ്പെടെ അത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് ഷെരീഫ് ഉസ്താദിനെ കുറിച്ച്. അവർ നല്ല സപ്പോർട്ടായിരുന്നു അവൻ്റെ ഈ കരിയറിൽ. അവന് വിടാതിരിക്കുകയോ അല്ലെങ്കിൽ തടസ്സം പറയുകയോ ഒന്നും ചെയ്യില്ല. നീ കൊണ്ടുപോവുകയാണെങ്കിൽ കാരണം അവന് അത്ര ഒരു ഫ്രണ്ട്സ് ചുറ്റുപാട് ഉണ്ടായിരുന്നില്ല നാട്ടിൽ. അവന് ഒറ്റ മോനാണ് അവർക്ക്. അപ്പോൾ അത്രയും ഒരു വീട്ടിലെ കുട്ടിയായിട്ട് നിൽക്കുന്നൊരു മോനാണ്. അപ്പോൾ നല്ല വാത്സല്യമൊക്കെ കൊടുത്ത് വളർത്തുന്നൊരു കുട്ടിയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു വാത്സല്യത്തോടു കൂടെ തന്നെയും അവരെന്നെ വിശ്വസിച്ച് നീ കൊണ്ടുപോവുകയാണെങ്കിൽ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നതാണ്. വിഘ്നേഷിൻ്റെ മിന്നും പ്രകടനത്തിന് ശേഷം വൈറലായിട്ടുള്ളൊരു ഹിന്ദി കമൻ്റ് ഉണ്ട്, ഒരു കമൻ്ററി അങ്ങ് കേട്ടിട്ടുണ്ട്. പക്ഷേ അവർ പറയുന്നത് ഒരു ഓട്ടോക്കാരൻ്റെ കേരളത്തിൽ നിന്നുള്ള മകനാണ് ഇത്രയധികം ഉയരങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്, വലിയ പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളതെന്നൊക്കെ പറയുന്നത്. സ്വാഭാവികമായിട്ടും മലയാളികൾക്ക് വലിയ അഭിമാനമായിട്ട് വിഘ്നേഷിൻ്റെ ആ ഒരു പ്രകടനം മാറി എന്നുള്ളതാണ്. മുന്നോട്ട് വന്നൊരു പശ്ചാത്തലം കൂടി അവർ പരിശോധിച്ച് പറയുമ്പോൾ നല്ല സന്തോഷമുണ്ട്. അതൊക്കെ നല്ല തന്നെ. ഞാൻ കേട്ടിട്ടില്ല, എനിക്ക് ഹിന്ദി കേട്ടാലും മനസ്സിലാവുമൊന്നുമില്ല. അപ്പോൾ നല്ല തന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും ഇൻഷാ അല്ലാഹ് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. അതുപോലെ തന്നെ ഇതിലേറെ നല്ല പെർഫോമൻസുകളൊക്കെ എനിക്ക് ഉണ്ടാവട്ടെ. ഇതൊരു തുടക്കം മാത്രം ആവട്ടെ എന്ന് ആശംസിക്കാം. തീർച്ചയായും അത് തന്നെയാണ്. വിഘ്നേഷിൻ്റെ കഴിവ് കൊണ്ട് മാത്രമാണ് ഉയരങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. ഇനിയും ഉയരങ്ങളിലേക്ക് എത്താൻ വിഘ്നേഷിന് സാധിക്കും. അതിലൊരു നിമിത്തം മാത്രമാണ് താനെന്നുള്ളതാണ് ഷെരീഫ് ഉസ്താദി ഒരു ഘട്ടത്തിൽ പ്രതികരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് അരുളായിക്കൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ, തിരൂർ.